ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലദയനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവൈരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പന്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. മുചുകുന്ദ മോക്ഷമാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. മുചുകുന്ദൻ തൻ്റെ പ്രാർത്ഥനയൊക്കെ സമർപ്പിച്ചപ്പോൾ ഭഗവാൻ മുചുകുന്ദനോട് പ്രസാദിച്ചതായിട്ട് പറയുന്ന ഭാഗമാണ് നമ്മൾ കണ്ടത്. ഭഗവാൻ ഏറ്റവും കൂടുതൽ മുചുകുന്ദന് സന്തുഷ്ടനായത് ഈ എത്രയൊക്കെ ആവശ്യങ്ങളോ ഇല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വരവും അങ്ങോട്ട് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് ഭഗവാൻ പറഞ്ഞിട്ടും അതിനൊരവസരം നൽകിയിട്ടും നാം അങ്ങയ്ക്ക് നൽകിയിട്ടും ഭൗതിക ലാഭത്തിന് വേണ്ടിയിട്ട് അത് പ്രയോജനപ്പെടുത്താൻ അങ്ങ് തയ്യാറാകാത്തതിൽ ഞാൻ അത്യന്തം സന്തുഷ്ടനായിരിക്കുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു. അങ്ങയുടെ മനസ്സ് എന്നിൽ ഉറച്ചിരിക്കുന്നതായിട്ടും അതിനാൽ ഒരിക്കലും ഭൗതികമായ തെറ്റുമൂലം വ്യതിചലനം ഉണ്ടാകില്ലെന്നും നാം അറിയുന്നു. അപ്പൊ ഇങ്ങനെ മുചുകുന്ദന്റെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഭക്തനാണ് ദൃഢനായ അല്ലെങ്കിൽ അചഞ്ചലനായിട്ട് ഭക്തൻ, കറകളഞ്ഞ ഭക്തൻ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ മുചുകുന്ദന് തന്നിൽ തന്നെയുള്ള കാലയമനൻ എന്ന് പറയുന്ന ആ അസുരി ഭാവത്തെ തൻ്റെ തന്നെ ശക്തി കൊണ്ട് നിഗ്രഹിച്ച ഉടനെ ഭഗവാൻ തന്നിൽ പ്രകാശിച്ചു. തേഷാമേവ അനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമാ നാശയൻ ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന വാസത. ഇതാണ് ജീവൻ മുക്തഭാവം. ആ അജ്ഞതയുടെ അന്ധകാരത്തെ ഭഗവാൻ തന്നെ തന്നിൽ പ്രകാശിച്ചുകൊണ്ട് അതിനെ ഭസ്മമാക്കി എന്നർത്ഥം. ആ ഒരു അവസ്ഥയിലാണ് ഭഗവാൻ തന്നെ എന്ത് വേണമെന്ന് ചോദിച്ചാലും ഒന്നും വേണമെന്ന് പറയാൻ തോന്നാതിരിക്കുന്ന ഒരവസ്ഥ. അതിലാണ് ഭഗവാൻ പ്രസാദിക്കുക. നമ്മൾ എത്രയൊക്കെ കിട്ടിയാലും എന്തൊക്കെ കിട്ടിയാലും ഭൗതികമായിട്ട് ഏതൊരു വരം കിട്ടിയാലും വേണ്ടില്ല, അതിലൊന്നും ശാശ്വത സംതൃപ്തിയും സമാധാനവും നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ട് അതെല്ലാം അനുഭവിക്കാതെ നമുക്ക് ഒരിക്കലും അതിനോട് വിരക്തി ഉണ്ടാകില്ല. അപ്പോൾ ആദ്യം നമ്മുടെ ഭക്തിയുടെ ഭാവത്തിൽ നമ്മൾ അനന്യ ഭക്തി കൊണ്ട് നമ്മൾ ഇച്ഛിക്കുന്ന കാര്യങ്ങളൊക്കെ ഭഗവാനിൽ നിന്ന് നേടിയിട്ട് അതിലൊക്കെ സുഖമായിട്ട് അനുഭവിച്ചോളൂ. ഇതൊന്നും ഉപേക്ഷിച്ചിട്ടല്ല ഭഗവാനെ ഭജിക്കേണ്ടത്. ഇതിലെല്ലാം ഭഗവാനെ കാണണം. നമ്മുടെ ശരീരത്തിൽ പോലും അപരാശക്തിയുണ്ട്. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാവിധ ശാരീരിക മാനസികമായിട്ടുള്ള ഇന്ദ്രിയ വിധത്തിൽ ഏതൊക്കെ തരത്തിലുള്ള സംതൃപ്തി അനുഭവിച്ചറിയണമോ അതൊക്കെ സുഖമായിട്ട് അനുഭവിച്ച് അതിൽ നിന്ന് വിരക്തി ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇവിടെ മുചുകുന്ദന് മുക്തിമാർഗം തുറന്നു കിട്ടിയത്. അതിൽ ഭഗവാൻ സന്തോഷിക്കുന്നതും ഏതൊരു ഭക്തനാണോ ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേരുന്നത് ആ നിമിഷമാണ് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തരാകുന്നത്. അവിടെ സങ്കല്പ വികല്പങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല. എപ്പോൾ സങ്കല്പ വികല്പങ്ങൾ പൂർണ്ണമായിട്ട് നമ്മളിൽ നിന്ന് വർജിക്കപ്പെടുന്നില്ലയോ അന്ന് വരെ നമ്മൾ ബന്ധനത്തിൽ തന്നെയാണ്. ഭഗവാൻ പോലും നമുക്ക് പ്രത്യക്ഷ പരോക്ഷമായിട്ടുള്ള അനുഗ്രഹം നൽകിക്കൊണ്ട് അതിൽ നിന്ന് എന്ന് വരെ വിരക്തി ഉണ്ടാകുന്നില്ലയോ അന്ന് വരെ അത് യോഗക്ഷേമമായിട്ട് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. മുചുകുന്ദന് അത് തന്നെയാണ് സംഭവിച്ചത്. എന്തൊക്കെ ആഗ്രഹങ്ങൾ എത്രയോ സംവത്സരങ്ങളായിട്ട് ഇപ്പം ഒരു ഋഷീശ്വരൻ തന്നെ 1000 സംവത്സരം ഇല്ലേ 10,000 സംവത്സരം തപസ് ചെയ്തു എന്നൊക്കെ പറയുമ്പോഴേ ഇത് ഒരു ജന്മം കൊണ്ടുള്ള തപസ്സല്ല. അനേക ജന്മങ്ങളിലാണ് നമ്മൾ തന്നെ ഇപ്പം എത്രയെത്ര സംവത്സരങ്ങൾ നമ്മൾ പാഴാക്കി കളഞ്ഞിട്ടുണ്ട്. എത്രയെത്ര ജന്മങ്ങൾ കടന്നിട്ടുണ്ടോ അത്രയധികം മനുഷ്യവർഷവും അത്രയധികം പിതൃവർഷവും അത്രയധികം ദേവവർഷവും കടന്നു പോയിട്ടുണ്ട്. മനുഷ്യവർഷത്തെക്കാൾ ചുരുങ്ങിയതാണ് പിതൃവർഷങ്ങള്. അതായത് നമുക്ക് ഒരു വർഷം എന്ന് പറയുന്നത് പിതൃക്കൾക്ക് ഒരു ദിവസമാണ്. അപ്പൊ പിതൃക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം നമുക്ക് ഓരോ ദിവസവും ഓരോ സംവത്സരമായിട്ട് കണക്ക് നോക്കിയാൽ ഒരു വർഷത്തിൽ തന്നെ 365 ദിവസങ്ങളാണ്
കൂടുമ്പോഴാണ് പിതൃക്കൾക്ക് ഒരു ദിവസമാകുക. അപ്പൊ പിതൃക്കളെക്കായാലും മനുഷ്യരെക്കായാലും ഇരട്ടിയാണ്. 1000 വർഷം കൂടുമ്പോഴാണ് ബ്രഹ്മാവിന് ഒരു ദിവസം. 1000 മനുഷ്യവർഷം ചേരുമ്പോഴാണ് ബ്രഹ്മാവിന് ഒരു ദിവസമാകുക. ആ ദിവസത്തിൽ തന്നെ പകല് 12 മണിക്കൂർ 1000 സംവത്സരത്തിന്റെ പ്രതീതിയാണ് ബ്രഹ്മാവിന്. അത്രയും കാലം തന്നെ രാത്രിയുമാണ്. അതൊരു സൃഷ്ടിയുടെ കാലമായിട്ട്, പകലാണ് സൃഷ്ടിയുടെ കാലം, രാത്രിയാണ്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ സംവത്സരങ്ങൾ എന്ന് പറയുന്നത് ഒരു ആത്മാവിന് അനേക ശരീരം ലഭിച്ച് എത്രയെത്ര ജന്മങ്ങൾ കണക്കൂട്ടുന്നോ ഇതെല്ലാം ഒരു തപസ്സാണ്. എത്രയെത്ര പരിണാമങ്ങൾക്ക് വിധേയമായിട്ടാണ് ശരീരങ്ങൾ മാറുന്നു. മനുഷ്യജന്മം തന്നെ കിട്ടിയാൽ എത്രയെത്ര ജന്മങ്ങൾ വീണ്ടും കടന്നു പോകുന്നു. അതിൽ കുറെ കാലത്ത് പിതൃക്കളുടെ ലോകത്തിലും കുറെ കാലത്ത് മനുഷ്യലോകത്തിലും അതിന് യോഗ്യത നേടിയിട്ടുണ്ടെങ്കിൽ ജയവിജയന്മാരിട്ടുണ്ട് ദേവലോകത്തിലും ഒക്കെ വസിച്ച് ഇങ്ങനെ ഗതിവിഗതികൾക്ക് വിധേയമായിട്ട് പരിണാമങ്ങൾക്ക് വിധേയമായിട്ടാണ് മുജുകുന്ദന്റെ ഒരവസ്ഥയിലേക്ക് ഒരാത്മാവ് എത്തിച്ചേരുക എന്നത് നിസ്സാരമുള്ള കാര്യമൊന്നുമല്ല. അത്ര എളുപ്പമായി ഇതൊക്കെ പരിണാമങ്ങൾക്ക് വിധേയമായി സ്വയമേവ നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കുന്നതൊന്നുമല്ല. ഇത് പ്രകൃതിയുടെ സ്വഭാവമാണ്. ഇത് ഋഷീശ്വരന്മാർ കണ്ടെത്തിയതാണ്. ഭാഗവതത്തിലൊക്കെ കഥാരൂപത്തിൽ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ മുജുകുന്ദന്റെ മോഷമൊക്കെ ഭാഗവതത്തിലുണ്ടല്ലോ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഭാഗവതത്തിന്റെ പുറത്തു നിന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഭാഗവതത്തിലെ കഥകളും ഉപദേശങ്ങളും സന്ദർഭങ്ങളും എല്ലാം താത്വികമായ അഖണ്ഡ രൂപമായിരിക്കുന്ന ആ ബ്രഹ്മസത്യത്തെ വെളിപ്പെടുത്തുന്നതിനുള്ളതാണ്. അദ്വൈത സിദ്ധാന്തം സങ്കല്പ വികല്പങ്ങളിൽ നിന്നും പലതായി കാണുന്നതിൽ നിന്നും ഒന്നിലേക്ക് എത്തിക്കാനുള്ള അദ്വൈത ബോധതലത്തിലേക്ക് ഉയർത്താനാണ് ഭാഗവതവും ഗീതയൊക്കെ പറയുന്നത്. ഗീത കുറച്ചുകൂടെ ഡയറക്റ്റ് എൻട്രിയാണ്. ഭാഗവതം കുറച്ച് കഥകളും ഉപദേശങ്ങളിലൂടെ നമ്മൾ ആ തലത്തിലേക്ക് എത്തിക്കുക. അതിൻ്റെ ഒരു ഭാഗമാണല്ലോ, ഒരു കഥയാണല്ലോ മുജുകുന്ദമോക്ഷം. ഇത് ഭാഗവതത്തിലെ കേവലം 90 അധ്യായത്തിൽ ശ്രീകൃഷ്ണ ചരിതമാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്നർത്ഥം. അപ്പൊ ഭൗതിക ഗുണങ്ങൾ ആണ്, ഭൗതിക പ്രത്യക്ഷ ഗുണങ്ങളാണ് നമ്മളെ ഈ ബന്ധനത്തിൽപ്പെടുത്തുന്നത്. അത് നമ്മുടെ സ്വഭാവത്തിൽ തന്നെ സത്വരജ തമസ് എന്ന് പറയുന്ന ആ സ്വഭാവ ഗുണങ്ങൾ പ്രകൃതിയുടെ ഗുണങ്ങളാണ്. അതാണ് ഭഗവാൻ എടുത്തു പറയുന്നത്. ഭൗതിക ഗുണങ്ങൾ 3 എണ്ണമുണ്ട്: സത്വം, രജസ്, തമസ്. രജസിൻ്റെയും തമസിൻ്റെയും മിശ്രണത്തിൽ കഴിയുന്ന ഒരാൾ ഭൗതിക ലോകത്തിൽ സുഖം കണ്ടെത്താനുള്ള ഉദ്യമത്തിന് പ്രേരകമായി പലതരം കാമ അഭിലാഷങ്ങളുടെയും വൃത്തി കേടുകളുടെയും ഉത്തേജനത്തിന് വിധേയനാകും. ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. ഇപ്പം ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യലോകത്തിൻ്റെ മനുഷ്യന് വിശേഷ ബുദ്ധി ഉണ്ടായാൽ പോലും നമുക്ക് ഒരു ഗുണം മനസ്സിലാക്കണം: നമുക്ക് ദിവ്യമായ ജന്മം തന്നെ കിട്ടിയിരിക്കുന്നത്. എത്രയോ സംവത്സരങ്ങളായിട്ട് 84 ലക്ഷം തരം ജീവജാലങ്ങളുടെ ശരീരം കിട്ടി. അതിനെയൊക്കെ ത്യജിച്ച് അതിൽ വിരക്തി ഉണ്ടായി, അതിൽ പക്വത വന്ന് ദൈവിക സമ്പത്തും ആസുരി സമ്പത്തും 50-50% നിലനിൽക്കുന്ന ഒരു ആത്മാവിനാണ് മനുഷ്യജന്മം തന്നെ ലഭിക്കുന്നത്. അപ്പോൾ മനുഷ്യജന്മം കിട്ടിയാലും വിശേഷ ബുദ്ധിയും ഗുണദോഷങ്ങളെ തിരിച്ചറിയാനുള്ള ബുദ്ധിയും കൃത്യനിഷ്ഠ, ഭക്തി, വിവേചന ശക്തി, ദൃഢനിശ്ചയം, ത്യാഗമനസ്ഥിതിയൊക്കെ അനുസരിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തെ ചിട്ടിപ്പെടുത്താനുള്ള എല്ലാവിധ കഴിവുകളും ദൈവിക സമ്പത്തോ പ്രകടമാകുന്ന രീതിയിൽ തന്നെ നമുക്ക് ജന്മം നൽകിയിട്ടും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് അതൊക്കെ ഉപയോഗിക്കുന്നത് എന്ന് ഭഗവാൻ ഇവിടെ കൃത്യമായിട്ട് പറയുന്നു. ഭൗതിക ഗുണങ്ങൾ 3 എണ്ണമുണ്ട്: സത്വം, രജസ്, തമസ്. രജസിൻ്റെയും തമസിൻ്റെയും പ്രഭാവത്തിൽ അതിൻ്റെ മിശ്രണത്തിൽ കഴിയുന്ന ഒരാൾ ഭൗതിക ലോകത്തിൽ സുഖം കണ്ടെത്താനുള്ള ഉദ്യമത്തിന് പ്രേരകമായി പലതരം കാമ അഭിലാഷങ്ങളുടെയും വൃത്തികേടുകളുടെയും ഉത്തേജനത്തിന് വിധേയനാകും. ഇതിൽ നിന്ന് ആരും രക്ഷപ്പെടുന്ന പ്രശ്നമില്ല. നമ്മുടെ തന്നെ ജീവിതം, ഇതുവരെയുള്ള ജീവിതം ചിന്തിച്ചാൽ അറിയാം, നമ്മൾ പലതരത്തിലുള്ള വൃത്തികേടുകളും ഉത്തേജിതരായിക്കൊണ്ട് അതിൻ്റെയൊക്കെ പിന്നാലെ പരക്കം പാഞ്ഞിട്ടുണ്ട്. ഞാൻ അടക്കം ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നർത്ഥം. കാരണം ഇതൊക്കെ പരിണാമങ്ങൾക്ക് വിധേയമായിട്ട് നമുക്ക് വിരക്തി ഭാവത്തിലേക്ക് എത്തണമെങ്കിൽ ഇതൊന്നും അനുഭവിക്കാതെ തരമില്ല എന്നർത്ഥം. വൃത്തികളുടെ ഒരു കൂമ്പാരം തന്നെയാണ് നമ്മുടെ ഈ ശരീരം തന്നെ. അതിൽ കൂടുതലൊന്നും പറയണ്ടല്ലോ. മാലിന്യ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യക്ഷ ഭാവം ഏതാന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരം തന്നെ.
എന്നിട്ട് ആ ശരീരം വെച്ചുകൊണ്ട് മാലിന്യം നിർമുക്തമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. പ്രപഞ്ചത്തിൽ നമുക്ക് ചുറ്റുമുള്ളിടത്ത് എവിടെ മുക്തമാകും? നമ്മുടെ തന്നെ ശരീരം മാലിന്യ കൂമ്പാര. വൃത്തികേടുകളുടെ ഉത്തേജനം ഉണ്ടാക്കുന്ന ഈ ശരീരം വെച്ചുകൊണ്ട് അതും രജസിൻ്റെയും തമസിൻ്റെയും മിശ്രണത്താൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ ഒരംശം മാത്രമാണ് സത്വഗുണം എന്ന് പറയുന്നതുള്ളൂ. അപ്പം എങ്ങനെയാ ബോധം ഉണ്ടാകുക? അപ്പം ഭൗതിക ഗുണമായ സത്വത്തിൽ, ഭൗതിക ഗുണം തന്നെയാണ് സാത്വികവും. ആ സത്വത്തിൽ ചെയ്യുന്നവർ പല വിധത്തിലുള്ള തപോനിഷ്ഠകളുടെ സ്വയം പവിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യും. ഇനി തമോ ഗുണത്തെയും രജോ ഗുണത്തെയും അതിൽ നിന്ന് ശരീരം കൊണ്ട് തന്നെ കുറച്ചൊക്കെ അതിൽ നിന്ന് വിരക്തി നേടി സാത്വികമായ ഭാവത്തിലെത്തുമ്പോഴാണ് ഈ ഭാഗവതവും ഗീതയും ഇല്ലെങ്കിൽ ഭക്തിഭാവത്തിലേക്ക് തന്നെ വരിക. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ജീവൻ മുക്തം ഇല്ലെങ്കിൽ ഈ സംസാരതയും ദുരിതത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഭക്തിയിലേക്ക് തന്നെ വന്നത്. എന്തിനു വേണ്ടിയിട്ട്? ആ ഭക്തി സാധിക്കണമെങ്കിൽ എന്ത് വേണം? സ്വയം പവിത്രീകരിക്കണം. ഈ മാലിന്യ കൂമ്പാരത്തെ ശുദ്ധമാക്കിയെടുക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മളൊക്കെ ഇപ്പൊ ചെയ്യുന്നത്. സാധിച്ചിട്ടില്ല, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. എൻ്റെയും ഈ പഠിക്കലും പഠിപ്പിക്കലും ഒക്കെ എന്താണ്? എൻ്റെ സ്വാർത്ഥ താല്പര്യം തന്നെയാണ്. എനിക്കെങ്ങനെയെങ്കിലും ഈ മാലിന്യ കുമാരത്തിൽ നിന്നൊരു മുക്തനായി തീരണം, ഈ ഭൗതികതയിൽ നിന്നൊന്നും മുക്തമാകണം എന്ന് തന്നെയാണ് എൻ്റെ സ്വാർത്ഥ താല്പര്യം. എനിക്കറിയാം എത്രയൊക്കെ പേരോട് ഇത്രയൊക്കെ വ്യക്തമായി പറഞ്ഞാലും അവരവരുടെ മാലിന്യങ്ങളെ അവരവർ തന്നെ സ്വയം മുക്തമാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം. എനിക്ക് പറഞ്ഞു തരാനേ സാധിക്കൂ. ഞാനും എനിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമത്തിനിടയിൽ നിങ്ങൾക്ക് ഞാൻ ശ്രമിക്കുന്ന മാർഗങ്ങളൊന്ന് പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ. അപ്പൊ അതിൽ നിന്ന് മുക്തമാകണം എന്നുണ്ടെങ്കിൽ സ്വയം ശ്രമിക്കുക തന്നെ വേണം. നമ്മുടെ ശരീരത്തിന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അവരവർ തന്നെ വേണ്ടേ മരുന്ന് കഴിക്കാൻ? ഇത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഓർത്തിരിക്കണം. ആർക്കും ആരെയും മുക്തനാക്കാനൊന്നും സാധ്യമല്ല. ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭഗവാനെ ഭജിച്ച് ഇത്തരത്തിൽ ഈ പരിശ്രമങ്ങൾക്കിടയിൽ നമുക്ക് പക്വത എപ്പോൾ വരുന്നോ ഭഗവാനെ പ്രാപിക്കാനുള്ള ബുദ്ധിയോഗമൊക്കെ ഭഗവാൻ തന്നെ നൽകുന്നത്. ഭഗവാൻ തന്നെ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ തന്നെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ പ്രകാശിക്കും. അതാണ് സത്യം പരം ധീമഹി. ബുദ്ധിയിലാണ് ഭഗവാൻ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. ആ സത്യത്തെ മനസ്സിലാക്കി അതാണ് പരമം എന്ന് വിചാരിച്ചാൽ നമ്മുടെ ബുദ്ധിയോഗം ധീമഹിയാകും. സത്യം ആണ് പരമമായ ബുദ്ധി എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അതിനുള്ള ശ്രമമാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. യഥാർത്ഥ ബ്രാഹ്മണത്തിന്റെ വിധാനത്തിലെത്തുന്നവർ ഭഗവത് സത്വത്തിൽ തിരുത്വത്തിൽ ഭഗവന്റെ തത്വത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തണമെന്ന് ഭഗവാൻ പറയുന്നു. അതാണ് ജീവൻ മുക്തി. അപ്പൊ ലയിക്കാൻ, ഭഗവത് തത്വത്തിൽ ലയിക്കാൻ ആഗ്രഹിക്കുന്നു, പവിത്രീകരിക്കുന്നതനുസരിച്ചുകൊണ്ട്. പവിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാലിന്യ കൂമ്പാരത്തോടെയുള്ള ഈ ശരീരം തന്നെയാണ് അത് പ്രയോജനപ്പെടുത്തേണ്ടത്. മാലിന്യ കൂമ്പാരം എന്ന് പറഞ്ഞാലും അതിലാണ് ഈ എപ്രകാരം ഒരു ചെളിക്കുണ്ടിൽ വളരുന്ന താമര പോലെയാണ്. മാലിന്യ കൂമ്പാരത്തിനകത്ത് സത്വന്റെ പ്രതീകാത്മമായിട്ട് ജീവന്റെ അംശം ഭഗവാന്റെ ശരീരത്തിന്റെ, ഈ മാലിന്യ കൂമ്പാരമാകുന്ന ശരീരത്തിന്റെ നാഥനായിട്ടിരിക്കുന്ന ജീവാത്മാവ് സത്വത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ സത്വത്തിലേക്ക് തന്നെ നമുക്ക് ഈ മാലിന്യങ്ങളെ മുഴുവൻ നിർമുക്തമാക്കാൻ സാധിക്കണം. അതിനുള്ള ശ്രമമാണ് ഈ ഭക്തി തന്നെ. അപ്പൊ അതുകൊണ്ട് ഭഗവത് തത്വത്തിൽ ലയിക്കാൻ ആഗ്രഹിക്കുന്നു ആത്യന്തികമായിട്ട് എല്ലാ ഭക്തരും. എന്നാൽ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ഭക്തിയുത സേവനം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ പറഞ്ഞ 3 ഗുണങ്ങൾക്കും അപ്പുറം എത്തുന്നു. അപ്പൊ ഇതിലേക്ക് എത്താനുള്ള പരിശ്രമങ്ങളുടെ ഇടയിൽ ഭക്തിയുത സേവനം ചെയ്യണം എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ അതാണ് കർമാനുഷ്ഠാനത്തിൽ നിത്യനൈമിത്യ കർമ്മങ്ങളിൽ ചെയ്യണം. യജ്ഞഭാവനയോടെ എല്ലാവിധ കർമ്മങ്ങളും ചെയ്യണം. അതാണ് ഭക്തിയുത സേവനം. നമ്മൾ പ്രത്യക്ഷത്തിൽ പഞ്ചദ്രവ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഭഗവാനെ വിസ്തരിച്ച് അലങ്കാരഭൂഷിതമായിട്ട് എല്ലാവിധ സംരംഭങ്ങളും ഒരുക്കിയിട്ട് ഒരു പൂജ ചെയ്യുന്നതിലും കലിയുഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠം ഭക്തിയുത സേവനം, യജ്ഞഭാവനയോടെ മറ്റുള്ളവരെ സേവിക്കുക എന്നുള്ളത്. കഷ്ടപ്പെടുന്നവരെ സേവിക്കാൻ സാധിക്കുക. തൻ്റെ ഇഷ്ടങ്ങളെ മുഴുവൻ ത്യജിച്ചുകൊണ്ട്
മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പരിശ്രമം ചെയ്യുന്ന വ്യക്തി അനായാസേന ജീവിതം നയിച്ചുകൊണ്ട് തന്നെ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും എന്നർത്ഥം. അതുകൊണ്ട് അപ്രകാരം ആ ഭക്തിയുത സേവനം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പറഞ്ഞ 3 ഗുണങ്ങളെയും അപ്പുറം എത്തുന്നു എന്ന് പറഞ്ഞാൽ സത്വരജ തമോ ഗുണങ്ങളെ പ്രയോജനപ്പെടുത്തുന്നത് മുഴുവൻ ഭക്തിയുത സേവനത്തിനായിരിക്കണം. അതിനാൽ നിർമ്മലമായ കൃഷ്ണ അവബോധത്തിലെത്തുമ്പോൾ സദാ എല്ലാ ഭൗതിക ഗുണങ്ങളിൽ നിന്നും മുക്തരായിത്തീരും. ഇത് ഭഗവാൻ പറയുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട രാജൻ, അങ്ങ് ഭക്തിമാർഗത്തിൽ എത്രമാത്രം പുരോഗതി നേടിയിട്ടുണ്ടെന്ന് പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങക്ക് ഏത് വരം വേണമെങ്കിലും നൽകാം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഓരോ ചുവടും നമുക്ക് ഭക്തിമാർഗത്തിൽ പോലെ വിജയകരമായിട്ട് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ കൂടി സാധിക്കണം. അത് മനനം ചെയ്യണം. ഞാൻ എപ്രകാരമാണ് ഇതുവരെ എത്തിയത്, ഇങ്ങനെ ഒരു യോഗത്തിലേക്ക് ഞാൻ എന്തുകൊണ്ട് എത്തി എന്ന് സ്വയം ഭഗവാൻ പറയുന്ന വചനങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട രാജൻ, അങ്ങ് ഭക്തിമാർഗത്തിൽ എത്രമാത്രം പുരോഗതി നേടിയിട്ടുണ്ടെന്ന് പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങക്ക് ഏത് വരം വേണമെങ്കിലും നൽകാമെന്ന് ഞാൻ വാഗ്ദാനം നൽകിയത്. അല്ലാതെ അങ്ങയെ വീണ്ടും ബന്ധനത്തിൽപ്പെടുത്താനല്ല. അഥവാ അങ്ങ് ഏതെങ്കിലും വരം ചോദിച്ചുകൊണ്ട് അത് വേണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അത് നൽകിക്കൊണ്ട് അങ്ങേ അനുഗ്രഹിക്കും. പക്ഷേ അതേ കാരണം കൊണ്ട് തന്നെ അങ്ങ് വീണ്ടും ബന്ധനത്തിലാകും. ഉറക്കം ആവശ്യപ്പെട്ട് ഉറങ്ങി എപ്പോഴും ബന്ധനത്തിൽപ്പെട്ടത് കൊണ്ടാണ് ഉണർന്നെഴുന്നേറ്റത്. ഉണർന്നപ്പോൾ സുഷുപ്തിയിൽ കിടന്നുറങ്ങിയപ്പോൾ നമ്മൾക്ക് ഈ ലോകവും ഇല്ല, പരലോകവും ഇല്ല, സുഖസമൃദ്ധിയിൽ കിടന്നുറങ്ങി. ഉണർന്നതേ പ്രശ്നമായി അല്ലേ? ഒരു അസുരീഭാവം വന്നു, ശല്യപ്പെടുത്തി, അപ്പം നിഗ്രഹിച്ചു. ഇതൊക്കെയാണ് ബന്ധനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.